കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ സംസ്കാരം ഇന്ന് നടക്കും. 11 മണിക്ക് പൊതുദർശനത്തിന് ശേഷം 2 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അപകടത്തിൽ ജില്ലയിൽ മരിച്ച മറ്റാളുകളുടെ സംസ്കാര ചടങ്ങുകൾ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടക്കും. വിവരങ്ങളുമായി ആദ്യം പത്തനംതിട്ടയിൽ നിന്നും സുജുവാണ് ചേരുന്നത്. സുജു, ഏറെ വിഷമിപ്പിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ മരിച്ച ആളിന്റെ സംസ്കാര ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്ന് ആദ്യം പോകാം. പ്രിയ സൂചിപ്പിച്ച പോലെ ഏറെ സംഘടനമായ ദിവസങ്ങൾ കൂടിയാണ് ജില്ല തന്നെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ജില്ലയിൽ 6 ആളുകളാണ് കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത്. അതിൽ ഒരാളുടെ മുരളീധരൻ PVയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ പൂർത്തിയായി. ഇന്ന് ആകാശ് ശശിധരൻ നായരുടെയാണ് സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. മറ്റ് ആളുകളുടെ ഞായർ, തിങ്കൾ ദിവസങ്ങളായിട്ട് നടക്കും. മേപ്ര സ്വദേശി തോമസ് യൂമറ്റ് സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞാണ്. മറ്റ് അട്ടച്ച സ്വദേശി സജു വർഗീസിൻ്റെയും കീഴ്വാഴ്പൂർ സ്വദേശി സിബിൻ P. എബ്രഹാമിൻ്റെയും സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ചയും നടക്കും. ഇപ്പം ഞാനുള്ളത് മുടിയൂർക്കുളം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ വീടിൻ്റെ മുൻവശത്താണ്. ഏറെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ കൂടി തന്നെയാണ് ഈ വീട് കടന്നു പോകുന്നത്. നമ്മൾ ആദ്യ ദിവസം ഈ വിവരം അറിഞ്ഞെത്തുമ്പോൾ ആ വീടിൻ്റെ മുമ്പിലുള്ളൊരു മൂകതയുണ്ട്. അതായത് അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങൾക്കാർക്കും തന്നെ താങ്ങാവുന്നതിനും അപ്പുറത്ത് ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. കുവൈറ്റിലുണ്ടായ ഈ അപകടത്തിൽ ആകാശ് മരിക്കുക എന്ന് പറയുന്നത്. അമ്മയെ സംബന്ധിച്ചോളം 4ാമത്തെ വയസ്സിലാണ് ആകാശിൻ്റെ പിതാവ് മരണപ്പെടുന്നത്. അത് ഫരീദാബാദിലായിരുന്നു. അതിനുശേഷമാണ് ഇവർ പന്തളത്തിലേക്ക് സ്ഥിരതാമസത്തിനായി പന്തളം ഈ മുടിയൂർക്കുന്നത്ത് എത്തുന്നത്. അമ്മ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരിയാണ്. ആ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരിയായ അമ്മയാണ് മക്കളെ വളർത്തിയതും മകളെ നല്ല വിദ്യാഭ്യാസം നൽകുകയും പിന്നീട് വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തു. ആകാശ് കഴിഞ്ഞ 7 വർഷമായി ഇപ്പോൾ ഈ അപകടമുണ്ടായ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. ആകാശിൻ്റെ വീട് ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആകാശിൻ്റെ വീട്, ഈ വീട് ഒക്കെ തന്നെ ആകാശിൻ്റെ ഒരു അവിടുത്തെ ഒരു ഇതുകൂടെ സമ്പാദ്യം കൂടെ ഉൾപ്പെടുത്തി പണിത ഒരു വീട് കൂടിയാണ്. അതിനുശേഷം ഈ അടുത്ത സമയത്ത് വരാനും ഒരു വിവാഹാലോചനയിലേക്കൊക്കെ കടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മരണം അദ്ദേഹത്തിനെ തേടിയെത്തുന്നു എന്നതും ഏറ്റവും സങ്കടകരമായൊരു കാര്യമാണ്. അമ്മ ഇപ്പോഴും ഒരു ആഘാതത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസം വീണ ജോർജ് മന്ത്രി വീട്ടിൽ സന്ദർശിച്ചപ്പോഴും നമ്മൾ കണ്ട ഒരു രംഗമുണ്ട്. വളരെ വിഷമത്തോടെ കഴിയുന്നു. നമ്മൾ ഇന്നലെ പോയ മുരളീധരൻ PVയുടെ വീടാണെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ മരണമടഞ്ഞവരുടെയൊക്കെ വീട് നമ്മൾ സന്ദർശിച്ചിരുന്നു. ആ അവസ്ഥയിലെല്ലാം തന്നെ ഒരു സമാനമായ ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് ജില്ല ആകെ കടന്നു പോകുന്ന വീടുകളെല്ലാം തന്നെ. കുവൈറ്റിലുണ്ടായ തീപിടുത്തം ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു നാടിന് വലിയ ദുഃഖം, അത് ഒരു കുടുംബത്തിൻ്റെ മാത്രം ഒരു വിഷമമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്നലെ മുരളീധരൻ PVയുടെ വീട്ടിൽ വരുമ്പോൾ അപരിചിതർക്ക് പോലും അവർക്ക് കണ്ണുനീർ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയത് ആ വീടും. അതേ അവസ്ഥ തന്നെയായിരിക്കാം ഈ ആകാശിൻ്റെ വീട്ടിലും ഇന്നും തീർച്ചയായിട്ടും ഉണ്ടാവുക. ഇപ്പം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എടപ്പോൺ ജോസ്കോ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് ഉള്ളത്. അത് 11 മണിയുടെ വീട്ടിലേക്ക് എത്തിക്കുകയും പിന്നീട് പൊതുദർശനവും അതിനുശേഷം 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക ജില്ലയ്ക്ക് ആകെ ഒരു ദുഃഖം വിതയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ വീട് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ വന്നു. ഇന്ന് കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകളും ആകാശിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരു ആകാശിൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ, ഈ വീട് തന്നെയാണ് ആകാശൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഒരു വിദേശത്ത് പോയി സമ്പാദിച്ചതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ 1ാം നില പൂർത്തിയാക്കാനൊക്കെ അതിൻ്റെ ഒരു പങ്ക് വിനിയോഗിച്ചിരുന്നു. ഇനി ഏറെ കുടുംബം പ്രതീക്ഷിച്ചിരുന്നത് വിവാഹം നടക്കുവാൻ വേണ്ടിയായിരുന്നു. അതിനായി അമ്മ ക്ഷേത്രങ്ങളൊക്കെ തന്നെ പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സമയത്താണ് അസാധാരണ അല്ലെങ്കിൽ മരണം അദ്ദേഹത്തിന് അല്ലെങ്കിൽ വില്ലനായി എത്തുന്നു എന്നത് തന്നെയാണ് സത്യം. ഈ നമുക്ക് കഴിഞ്ഞ ദിവസവും വീട്ടിലെത്തുമ്പോഴും എല്ലാം തന്നെ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സംഭവമായിരുന്നില്ല. അത്രത്തോളം വലിയ ഒരു ദുഃഖത്തിൽ കൂടെ തന്നെയാണ് ഈ വീടും പരിസരവും എല്ലാം കടന്നു പോകുന്നത്. നമ്മളിവിടെ എത്തുമ്പോൾ അതായത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് ആളുകൾ ഇവിടെ ഒഴുകിയെത്തുന്നത്. അത്രത്തോളം ഒരു ആഘാതം തന്നെയാണ് സമൂഹത്തിനും ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രിയ സുജു, നമുക്കൊക്കെയും
മനസ്സിലാക്കാൻ കഴിയും ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള മകൻ്റെ വിയോഗം ആ അമ്മയെ സംബന്ധിച്ച് എല്ലാ പ്രതീക്ഷകളും ആ മകനിലായിരിക്കും. അവന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങൾ നടക്കാൻ പോകുന്നത് കാണാനായിരിക്കും ആ കുടുംബാംഗങ്ങളൊക്കെയും കാത്തിരുന്നത്. ഇന്നിപ്പോൾ അവിടേക്ക് ആ മൃതദേഹം എത്തുമ്പോൾ വൈകാരിക നിമിഷങ്ങളിലൂടെ തന്നെയാകും ഇനി കടന്നു പോകാൻ പോകുന്നത്. ആ മണിക്കൂറുകളായിരിക്കും ഇനി നമ്മളൊക്കെയും സാക്ഷ്യം വഹിക്കുന്നത്. ഈ പൊതുദർശനം സംബന്ധിച്ച്, അതിൻ്റെ നടപടികൾ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? സമയം 11 മണിയാണ്. അത് എത്ര വരെ നീട്ടും? ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒക്കെയും അവിടെ ഇത് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും 11 മണിയോടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വീടിന് മുമ്പിൽ വെച്ച് തന്നെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോകുമാർ, അതുപോലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ എത്തും എന്നതാണ്. ഈ മരണ ദിവസം അല്ലെങ്കിൽ ആ വിവരം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ വാർഡ് മെമ്പർ സൗമ്യ സന്തോഷും ഈ സ്ഥലത്ത് സജീവമായി തന്നെ എത്തിയിരുന്നു. അങ്ങനെ ജനപ്രതിനിധികളും ഒരു നാടാകെ ഒരുമിച്ച് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമുക്കറിയാം, കേരളവും ഇന്നലെ അങ്ങനെ തന്നെയാണ് ഈ വിഷയത്തെ കണ്ട്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെയും അത്തരത്തിൽ തന്നെ എല്ലാ ആളുകളും ഇവിടെയും എത്തുന്നതാണ്. പ്രദർശനത്തിന് ശേഷം 2 മണിയോടുകൂടിയാണ് വീട്ടുവളപ്പിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുക. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ വീട്ടിലെ ആളുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിലൂടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിൻ്റെ തിരക്കിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രിയ ചോദിച്ചത് തന്നെയാണ്, ഒരു സങ്കടക്കടൽ, അമ്മയുടെ സ്വപ്നം. തീർച്ചയായിട്ടും 31 വയസ്സ് മാത്രം പ്രായമുള്ള ആകാശിൻ്റെ സ്റ്റോർ കീപ്പറായിട്ടായിരുന്നു അദ്ദേഹം കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നത്. ആ സ്റ്റോർ കീപ്പർ തസ്തികയിൽ നിന്ന് അദ്ദേഹം പ്രൊമോഷൻ ഉൾപ്പെടെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അമ്മ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും മകൻ്റെ ഒരു ശോഭനമായ ഭാവി തന്നെയായിരുന്നു. അതിനെയെല്ലാം തല്ലി തകർക്കുന്ന തരത്തിലാണ് തീപിടുത്തത്തിൻ്റെ രൂപത്തിൽ ദുരിതമെത്തുകയും അദ്ദേഹത്തിന് മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ഇത്തരം ഒരു അപകടമുണ്ടാകുമെന്ന്. ആ അപകടം കേരളത്തിൽ തന്നെ 20-ലധികം ആളുകൾ മരണപ്പെടുമ്പോൾ അതിൽ 6 ആളുകളും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. ഇത് വളരെ ഒരു ജില്ലയിലാകെ, മറ്റ് ജില്ലകളിൽ നിന്ന് വിഭിന്നമായി ജില്ലയിലാകെ ഒരു ദുഃഖത്തിനെ അഴുത്തുക. അത് വിവിധ സ്ഥലങ്ങൾ, നമ്മളിപ്പോൾ നിൽക്കുന്ന പന്തളം മുടിയൂർക്കോണത്താണെങ്കിൽ മറ്റൊരാൾ മേപ്ര, തിരുവല്ല, മറ്റ് ജില്ലയുടെ മലയോര മേഖലയായിരിക്കുന്ന കോന്നി, അട്ടച്ചാക്കൽ, മറ്റൊരു ഭാഗമായിരിക്കുന്ന കീഴ്വാഴ്പ്പ് പ്രദേശം, അങ്ങനെ ഒരു വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ മരണവാർത്ത എത്തുമ്പോൾ അത് നാട്ടിലൊക്കെ തന്നെ ഏറ്റവും സജീവമായി നിൽക്കുന്ന ചെറുപ്പക്കാർ, ആളുകളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത്. അങ്ങനെ ഒരു വലിയ ദുഃഖം തന്നെയാണ് ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ മുഴുവനായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രിയ, പത്തനംതിട്ട പന്തള സ്വദേശി ആകാശിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഒരു മലയാളിയാണ് ആകാശ്.